ഹായ് ഓൾ. ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഘടന മാറിയത് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് SSCERT പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആത്യന്തിക വിലയിരുത്തൽ 2025-26 അടിസ്ഥാന ശാസ്ത്രം. നമുക്ക് നൽകിയിരിക്കുന്ന സമയം 2 മണിക്കൂർ 15 മിനിറ്റാണ്. നിർദ്ദേശങ്ങളുണ്ട്. ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ആകെ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ചോദ്യങ്ങളിലെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കണം. 2, 4 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സുള്ള ചോദ്യങ്ങളിൽ A, B എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം ഈ തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിത്രം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ A പാർട്ട്, ചിത്രത്തിൽ നിന്നും ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ കണ്ടെത്തി എഴുതുക. ചിത്രത്തിൽ നിന്നും നമുക്ക് എഴുതാം. ഒന്നാമത്തെ ആഹാര ശൃംഖല സസ്യം, പുൽച്ചാടി, തവള, പാമ്പ്. രണ്ടാമത്തെ ആഹാര ശൃംഖല സസ്യം, മീൻ, പൊന്മാൻ. ഇതേപോലെ ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ ഈ ചിത്രത്തിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ B പാർട്ട്, നിങ്ങൾ തയ്യാറാക്കിയ ആഹാര ശൃംഖലകളിൽ ഓരോന്നിലെയും ആദ്യത്തെ കണ്ണി ഏത് ജീവിയാണ്? ഈ കണ്ണി ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യമാണ്. അത് സസ്യവിഭാഗത്തിൽ പെടുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ C പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ആ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കൂട്ടം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിനെ നന്നായി വായിച്ചു മനസ്സിലാക്കി വിശകലനം ചെയ്ത് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മളെ കുഴപ്പിക്കുന്ന പല ഉത്തര ചോയ്സുകളും അതിനകത്തുണ്ടായിരിക്കും. അതിനാൽ ശ്രദ്ധിക്കുക. നമുക്ക് ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കൂ. 1. മഞ്ഞ അരളിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. 2. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. 3. ചുവന്ന റോസാപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. 4. മഞ്ഞ ജമന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. ഈ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കൂട്ടം നമുക്ക് തിരഞ്ഞെടുത്തെഴുതണം. ഓപ്ഷൻ A 1, 2 എന്നിവ ശരി. ഓപ്ഷൻ B 2, 3 എന്നിവ ശരി. ഓപ്ഷൻ C 3, 4 എന്നിവ ശരി. ഓപ്ഷൻ D 1, 4 എന്നിവ ശരി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ നിറത്തിനും കാരണമായിട്ടുള്ള വർണ്ണക വസ്തുക്കൾ ഏതൊക്കെയാണെന്ന്. സസ്യങ്ങളിൽ ചുവപ്പ് നിറത്തിന് കാരണമായത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കാരണമായത് കരോട്ടിൻ, മഞ്ഞ നിറത്തിന് കാരണമായത് സാന്തോഫിൽ, പച്ച നിറത്തിന് കാരണമായത് ക്ലോറോഫിൽ എന്നീ വർണ്ണക വസ്തുക്കളാണ്. അപ്പോൾ ഈ പട്ടിക ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും പ്രസ്താവനകൾ 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ചുവന്ന റോസാപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ, മഞ്ഞ ജമന്തി പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. അപ്പോൾ ആ ഉത്തരങ്ങൾ വരുന്ന കൂട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഓപ്ഷൻ C 3, 4 എന്നിവ ശരി. രണ്ടാമത്തെ ചോദ്യം ഒരു ഓർ ടൈപ്പാണ്. ഒന്നുകിൽ A അല്ലെങ്കിൽ B അറ്റൻഡ് ചെയ്യുക. ചുവന്ന ചീര പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഒരു സസ്യമാണ് എന്നാണ് ഒരു കുട്ടിയുടെ അഭിപ്രായം. പാർട്ട് A, ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടെന്ന് വിശദമാക്കുക. പാർട്ട് B, നിങ്ങളുടെ അഭിപ്രായം തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. പ്രകാശ സംശ്ലേഷണത്തിനാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഹരിതകം അഥവാ ക്ലോറോഫില്ല്. ഇലയിൽ ഹരിതകത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എടുത്ത് ചീരയുടെ ഇല ഉരച്ച് നോക്കുമ്പോൾ ആ ബ്ലോട്ടിംഗ് പേപ്പറിൽ നമുക്ക് പച്ച നിറം ലഭിക്കുന്നു. അതിനർത്ഥം ചീരയുടെ ഇലയിൽ ഹരിതകമെന്ന വസ്തു ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ ചീര
സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന കുട്ടിയുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് സി പാർട്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ശ്വസന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ശ്വസന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ പ്രസ്താവന. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ശരി എന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ പ്രസ്താവന 1, 2 ശരി. ഓപ്ഷൻ ബി പ്രസ്താവന 2 മാത്രം ശരി. ഓപ്ഷൻ സി പ്രസ്താവന 3, 4 ശരി. ഓപ്ഷൻ ഡി പ്രസ്താവന 4 മാത്രം ശരി. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. അതുപോലെ ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പ്രസ്താവന 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി. 2ൻ്റെ ബി ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെല്ലാം മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്നവയാണ്. എ പാർട്ട്. ഇവയിൽ അർദ്ധപരാഗം, പൂർണ്ണപരാഗം, എപ്പിഫൈറ്റ് എന്നിവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി സസ്യങ്ങളുടെ പേരെഴുതുക. ഉത്തരം. ചിത്രം 1 മൂടില്ലാത്താളിയാണ്. അതൊരു പൂർണ്ണപരാഗ സസ്യമാണ്. ചിത്രം 2 മരവാഴ, അതൊരു എപ്പിഫൈറ്റാണ്. ചിത്രം 3 ഇത്തിൽക്കണ്ണി, അതൊരു അർദ്ധപരാഗ സസ്യമാണ്. ബി പാർട്ട്. മരവാഴയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. പ്രസ്താവന 1. മരവാഴയുടെ തടിച്ച വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് നിർത്താൻ സഹായിക്കുന്നു. പ്രസ്താവന 2. മരവാഴയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുവാൻ മരവാഴയെ സഹായിക്കുന്നില്ല. ഇവയിൽ നിന്നും ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഓപ്ഷൻ എ പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. ബി പ്രസ്താവന 1, 2 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ സി പ്രസ്താവന 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ എപ്പിഫൈറ്റുകളെ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണ്. സി പാർട്ട്. ഇത്തിൽക്കണ്ണിക്ക് പച്ച നിറമുണ്ടെങ്കിലും അതിനെ അർദ്ധപരാഗം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഉത്തരം. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. മൂന്നാമത്തെ ചോദ്യം എ പാർട്ട്. വിവിധ തരത്തിലുള്ള രോഗങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ രോഗങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തുക. രോഗങ്ങൾ: ക്ഷയം, ക്യാൻസർ, ടൈഫോയിഡ്, കുഷ്ഠം, തലവേദന, പ്രമേഹം, പല്ലുവേദന. തന്നിരിക്കുന്ന രോഗങ്ങളെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം. പകരുന്ന രോഗങ്ങൾ: ക്ഷയം, ടൈഫോയിഡ്, കുഷ്ഠം. പകരാത്ത രോഗങ്ങൾ: ക്യാൻസർ, തലവേദന, പ്രമേഹം, പല്ലുവേദന. ബി പാർട്ട്. കൊതുക് പെരുകുന്നത് തടയാനുള്ള വിവിധ മാർഗങ്ങൾ എഴുതുക. ഉത്തരം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. സി പാർട്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും പരിശോധിച്ച് ശരിയായത് കണ്ടെത്തി എഴുതുക. പ്രസ്താവന: ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗമാണ് ടെറ്റനസ്. കാരണം ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്നതാണ് ഈ രോഗത്തിന് കാരണം. 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രസ്താവനയും കാരണവും ശരിയാണ്. ഓപ്ഷൻ ബി പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്.
ഓപ്ഷൻ സി പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. ഓപ്ഷൻ ഡി പ്രസ്താവനയും കാരണവും തെറ്റാണ്. മണ്ണിലൂടെ പകരുന്ന ഒരു അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ വഴി ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനസ്. അതിനാൽ പ്രസ്താവന തെറ്റാണ്. മലിനജലത്തിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗത്തിന് കാരണമാകാം. അതിനാൽ കാരണം ശരിയുമാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് സി പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. നാലാമത്തെ ചോദ്യം ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഉണ്ട്. എ പാർട്ടിൻ്റെ എ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും ധാരാളം രോഗങ്ങൾ പകരുന്നു. രോഗങ്ങൾ ഇത്തരത്തിൽ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ബി പാർട്ട് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട്. ജന്തുക്കളെയും സസ്യങ്ങളെയും ബാധിക്കുന്ന 2 പകർച്ചവ്യാധികൾ വീതം എഴുതുക. ഉത്തരം ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ പന്നിപ്പനി, പക്ഷിപ്പനി. സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തെങ്ങിൻ്റെ കൂമ്പുചീയൽ, പയറിലെ മൊസൈക്ക് രോഗം. സി പാർട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കൂ. വിവിധ രോഗങ്ങളും അവ പകരുന്ന വിധവുമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. രോഗങ്ങൾ ക്ഷയം, കുഷ്ഠം, ഡെങ്കിപ്പനി, വിരശല്യം. പകരുന്ന വിധം കൊതുകുകൾ വഴി, വായുവിലൂടെ, മണ്ണിലൂടെ, രോഗബാധിതരുമായിട്ടുള്ള സമ്പർക്കം മൂലം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന പട്ടികയിൽ ക്ഷയം പകരുന്നത് വായുവിലൂടെയും, കുഷ്ഠം പകരുന്നത് രോഗബാധിതരുമായുള്ള സമ്പർക്കം മൂലവും, ഡെങ്കിപ്പനി പകരുന്നത് കൊതുകുകൾ വഴിയും, വിരശല്യം ഉണ്ടാകുന്നത് മണ്ണിലൂടെയുമാണ് എന്ന് നമുക്ക് അറിയാം. അതായത് 1 2-നോടും 2 4-നോടും 3 1-നോടും 4 2-നോടുമാണ് യോജിക്കുക. ആ ഉത്തരം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. 4ൻ്റെ ഓർ പാർട്ടായ ബിയുടെ എ ചോദ്യം. ഒരു പ്രദേശത്തെ 2 കുട്ടികൾക്ക് ഒരു പകർച്ചവ്യാധി ബാധിക്കുകയുണ്ടായി. 2 പേർക്കും പകർച്ചവ്യാധിക്കെതിരെ മരുന്നുകൾ കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരാൾക്ക് മാത്രമേ രോഗം മൂർച്ഛിച്ചുള്ളൂ. എന്തുകൊണ്ടാവും ഒരാൾക്ക് മാത്രം രോഗം മൂർച്ഛിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. അതിനാൽ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയുള്ള ആളിൽ രോഗം മൂർച്ഛിക്കുകയില്ല. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളിലായിരിക്കാം രോഗം മൂർച്ഛിച്ചിട്ടുള്ളത്. ബി പാർട്ട് രോഗിയുമായുള്ള സമ്പർക്കം മൂലം പകരുന്ന ഒരു രോഗമാണ് ചെങ്കണ്ണ്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏതെല്ലാം? ഒരെണ്ണം തന്നിട്ടുണ്ട്. രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. വേറെ 2 മാർഗങ്ങൾ കൂടി എഴുതാനാണ് ചോദ്യം. ഉത്തരം രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. സി പാർട്ട് താഴെ പറയുന്നവയിൽ നല്ല ആരോഗ്യശീലങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? 1 ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. 2 എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. 3 പൊതുസ്ഥലങ്ങളിൽ തുപ്പാറില്ല. 4 തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറുണ്ട്. 4 ഓപ്ഷൻസാണ് നൽകിയിരിക്കുന്നത്. എ 1 2, ബി 2 3, സി 3 4, ഡി 1 4. ഇവയിൽ നമുക്ക് നല്ല ആരോഗ്യശീലങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് 1 ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. 4 തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറുണ്ട്. അതായത് 1ഉം 4ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.